നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗജന്യ ഓൺലൈൻ ഗെയിമുകൾ കളിക്കുന്നതിനെതിരെ മുന്നറിയിപ്പുമായി ദുബായ് പോലീസ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഗെയിം ഡൗൺലോഡ് ചെയ്ത് കളിക്കുമ്പോൾ നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ കൈക്കലാക്കുമെന്നും ചതിക്കപ്പെടാൻ ഇടയുണ്ടെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കഴിയുന്നിടത്തോളം ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിക്കാനും അവർ സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചു കഴിഞ്ഞു. പാസ്വേഡുകൾ, ലോഗിൻ വിവരങ്ങൾ, ജന്മദിനം, ഇമെയിൽ വിലാസം തുടങ്ങിയവയെല്ലാം കൈക്കലാക്കി വേറെ ആളുകൾക്ക് നൽകാൻ കഴിയുന്ന സൗജന്യ ഓൺലൈൻ ഗെയിമുകളുണ്ട്. മിക്ക സൗജന്യ ഓൺലൈൻ ഗെയിമുകളും നിർമ്മിക്കുന്നവർ പണമുണ്ടാക്കുന്നത് സ്വകാര്യ വിവരങ്ങൾ മറ്റുള്ളവർക്ക് കൈമാറിയാണ്. 2020 ആകുമ്പോൾ കമ്പ്യൂട്ടറുകൾക്കും ഓൺലൈൻ ഗെയിമുകൾക്കുമായി ആളുകൾ $1200 കോടി ചെലവഴിക്കുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഭീകര സംഘടനകൾ സന്ദേശം കൈമാറാൻ ഓൺലൈൻ ഗെയിമുകളെയാണ് ആശ്രയിക്കുന്നതെന്ന് അടുത്ത കാലത്ത് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പൊതുവെ നിർദോഷമെന്ന് തോന്നുന്ന പല സൗജന്യ ഗെയിമുകൾക്ക് പിന്നിലും ഇത്തരം വൻ ചതികൾ ഒളിഞ്ഞിരിപ്പുണ്ടാകും. സമൂഹത്തിലെ നല്ലൊരു ശതമാനം ആളുകളും ഓൺലൈൻ ഗെയിമുകൾ കളിക്കുന്നവരാണ് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. നല്ല രസകരമായ കളികളിൽ ഏർപ്പെട്ട് തുടങ്ങുന്നത് മിക്കപ്പോഴും നേരം പോക്കിനാവും. എന്നാൽ ക്രമേണ അതിന് അടിമകളായി തീരുന്നവരുമുണ്ട്. കുട്ടികളിലാണ് ഈ പ്രവണത കൂടുതൽ. ഇത് ഗുരുതര ഭവിഷ്യത്തുകൾ വഴിതെളിക്കുമെന്ന് മനഃശാസ്ത്രജ്ഞർ ഉൾപ്പെടെയുള്ളവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നതിനേക്കാൾ വിപത്താണ് കുട്ടികളുടെ സ്വഭാവത്തെ പോലും മാറ്റിമറിക്കുന്ന ഗെയിമുകൾ വഴി സംഭവിക്കുന്നത്. പ്രശ്നപരിഹാര ശേഷി, വിവിധ കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാനുള്ള ശേഷി തുടങ്ങിയവയെല്ലാം വർദ്ധിപ്പിക്കാൻ ഓൺലൈൻ ഗെയിമുകൾ സഹായിക്കുമെങ്കിലും വിനാശകാരിയാകാനും ഇവയ്ക്ക് കഴിയുന്നതായിരിക്കും. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കുട്ടികൾ ഇതിന് അടിമയാകുന്നതിൽ നിന്ന് തടയാം. മാതാപിതാക്കളുടെ നോട്ടമെത്തുന്ന പൊതുയിടങ്ങളിൽ കമ്പ്യൂട്ടറുകൾ വയ്ക്കുക. ഫാമിലി മുറിയിൽ ഇരുന്ന് തന്നെ കമ്പ്യൂട്ടർ ഗെയിമുകൾ കളിക്കാൻ സാഹചര്യമൊരുക്കുക. പുതിയ സെക്യൂരിറ്റി സോഫ്റ്റ്വെയറുകൾ കമ്പ്യൂട്ടറുകളിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക. ചില സെറ്റുകളിലേക്ക് പ്രവേശനം തടയുന്ന രീതിയിൽ രക്ഷിതാക്കൾ നിയന്ത്രിക്കാൻ കഴിയുന്ന സുരക്ഷിത ആപ്പുകൾ ഉപയോഗിക്കുക. കുട്ടികൾ അനാവശ്യമായി സാധനങ്ങൾ ഓൺലൈൻ വഴി വാങ്ങുന്നത് നിയന്ത്രിക്കാനും ഇതിനുവഴി സാധിക്കുന്നതായിരിക്കും. കളിക്കാനും മറ്റും ശരിയായ പേര് ഉപയോഗിക്കാതിരിക്കാൻ കുട്ടികളെ ഉപദേശിക്കുക. പരിചയമില്ലാത്ത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് ചതിയിൽ വീഴാതിരിക്കാൻ കുട്ടികളെ ആസ്വദിപ്പിക്കുക. കുട്ടികൾ എന്തുതരം കളികളിലാണ് ഏർപ്പെടുന്നതെന്ന് അവരോട് സംസാരിച്ച് മനസ്സിലാക്കുക. അവരുടെ താല്പര്യങ്ങൾ അറിയുക. ആർക്കൊപ്പമാണ് അവർ കളിക്കുന്നതെന്ന് മനസ്സിലാക്കുക. കുട്ടികൾക്കൊപ്പം കഴിയുമെങ്കിൽ കളിയിൽ പങ്കെടുത്ത് അവർ ഏതൊക്കെ വിവരങ്ങൾ എങ്ങനെയെല്ലാം കൈമാറുന്നുവെന്ന് മനസ്സിലാക്കുക. ഓൺലൈൻ കളികളിൽ എത്ര മണിക്കൂറുകൾ കുട്ടി ചെലവഴിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അവന്റെ സ്വഭാവത്തിൽ വ്യതിയാനങ്ങൾ വരുന്നുണ്ടോ എന്നും മറ്റും ശ്രദ്ധിക്കേണ്ടതും രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. എന്നും വീട്ടിൽ തുറന്നു പറയാനുള്ള സാഹചര്യവും സ്വാതന്ത്ര്യവും കുട്ടികൾക്ക് നൽകുക. പ്രശ്നങ്ങൾ പറയുമ്പോൾ അവരെ ശകാരിച്ച് നിരുത്സാഹപ്പെടുത്താതിരിക്കുക. കുട്ടികൾക്ക് അഭികാമ്യമല്ലാത്ത വിഷയങ്ങളും ഭാഷയും ഉപയോഗിച്ചുള്ള ഗെയിമുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വിവിധ രാജ്യങ്ങൾ ഗെയിമുകൾക്ക് നൽകിയ റേറ്റിംഗ് പരിശോധിക്കാവുന്നതാണ്. പാൻ യൂറോപ്യൻ ഗെയിം ഇൻഫർമേഷൻ, അതായത് PEGI, US എന്റർടൈൻമെന്റ് സോഫ്റ്റ്വെയർ റേറ്റിംഗ് ബോർഡ് ESRB എന്നിവയുടെ സഹായത്തോടെ ഇത് മനസ്സിലാക്കാവുന്നതാണ്. വിവിധ റിവ്യൂ സെറ്റുകളിൽ പരിശോധിച്ചാലും ഓരോ ഗെയിമിനെ കുറിച്ചും അറിയാനാകുന്നതായിരിക്കും. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കുട്ടികളെ കൊണ്ട് തന്നെ ശരിയായ തീരുമാനങ്ങൾ എടുപ്പിക്കാൻ ശ്രമിക്കുക. അവരുടെ ആത്മവിശ്വാസം വളർത്താൻ ഇത് ഉപകരിക്കുന്നതായിരിക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ബെൽ ബട്ടൺ അമർത്തൂ.